ഹലോ ഫ്രണ്ട്സ്, അങ്കമാലിക്കാരനാണ് ജിനോയ്. അതെ, ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ DC സിനിമ കാണാനിടയുണ്ടായി. അത് നമ്മൾ റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് കാണാൻ പോയത്. കുറച്ച് റിവ്യൂ ഒക്കെ കേട്ടു. കുറച്ച് നാളായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ അത് കാണാൻ ഞാനങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടാണ് കാണാൻ പോയത്. തിയേറ്ററിൽ ഇരുന്നിട്ട് നമുക്കുണ്ടല്ലോ, ഞാനല്ല ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ വന്ന മാതിരിയുള്ള സിനിമ നമുക്ക് വേറൊരു ആക്ടിവിറ്റി തിയേറ്ററിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ചിപ്സോ അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കുന്ന എന്ത് സാധനമായാലും നമുക്ക് കഴിക്കാൻ നേരം കിട്ടില്ല. അതുപോലുള്ള പടം നമ്മളതിനകത്ത് ആകാംക്ഷയോടുകൂടി ഇരിക്കും. ഒരു ചെറിയ 1-2 സീനിൽ നമ്മൾ ചെറിയൊരു ഇതുണ്ട്, അവരുടെ കഥയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊന്ന് അതിനകത്തൊന്ന് മാറി. പിന്നെ എനിക്ക് ഇടയ്ക്ക് എൻ്റെ 2 കോളും കാര്യങ്ങളും വന്നപ്പോഴാണ് ഞാൻ പതുക്കെ അതിനകത്ത് മാറിയുള്ളൂ. പിന്നെ ഞാൻ ഇത് ചെയ്തു. പക്ഷെ പടം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ, ലോകേഷ് കനകരാജ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അതിൻ്റെ ഒരു കഴിവ് പുള്ളി തെളിയിച്ചു എന്നുള്ളതാണ്. പുള്ളിയുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സംവിധാനം ചെയ്ത ചിത്രങ്ങൾ, കൈദി, വിക്രം, ലിയോ, ഇതൊക്കെ എടുത്തു പറയത്തൊക്കെ എണ്ണം പറഞ്ഞ പടങ്ങളാണ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളി DC എന്ന ചിത്രത്തിൽ പുള്ളി അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പലരും ഇതിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അഭിനയം അത്ര ഇതായിരിക്കില്ല എന്നുള്ളത് ചിന്തിച്ചു. പക്ഷെ ഒരു സംവിധായകനാണെങ്കിൽ അഭിനയം നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാണ് സംവിധായകർക്ക് മറ്റുള്ള അഭിനേതാക്കളെ കൊണ്ട് അഭിനയിപ്പിക്കാനും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂല്ലോ. പിന്നെ ഇതിൻ്റെ സംവിധായകനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അരുൺ മാധേശ്വർ എന്ന സംവിധായകൻ്റെ പേര്. സംവിധായകൻ അടിപൊളി, നല്ല അതും അതുപോലെ തന്നെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ തമിഴ് സിനിമകൾ ഇപ്പോൾ മിക്കവാറും ചിത്രങ്ങൾ സൺ പിക്ചേഴ്സ് ആണ്, കലാനിധിമാരൻ്റെ സൺ പിക്ചേഴ്സ് ആണ് അത് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. നല്ലതാണ്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ ഈ ഓണത്തിൻ്റെ അവസരത്തിൽ പൈസ വാരും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ളത് ലോകേഷ് കനകരാജ്, ദേവദാസ് എന്നുള്ള കഥാപാത്രം, അതാണ് അതിനകത്ത് D ട്ടോ. പിന്നെ വാമിക ഗബ്ബി എന്ന് പറഞ്ഞ നടിയാണ്, കുഴപ്പമില്ല, നല്ല റോളാണ്. ചന്ദ്ര എന്ന കഥാപാത്രം, അതപ്പോൾ D, അതിന് DC, അതാണ് ചിത്രം. പിന്നെ സഞ്ജന കൃഷ്ണമൂർത്തി എന്ന ഒരു മറ്റേ സീരീസിലൊക്കെ പേര് കേട്ട ഒരു നടിയാണ് സഞ്ജന കൃഷ്ണമൂർത്തി. സീരീസ് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാനൊന്ന് നോക്കി. അപ്പോൾ അത് സീരീസിലൊക്കെ അഭിനയിച്ചാണ് ഒരു നടിയാണ്. അപ്പോൾ പക്ഷേ അവളുടെയും ആ കുറച്ച് ടൈമുള്ളെങ്കിലും അവളിലൂടെയാണ് കഥയിലേക്ക് എത്തുന്നത്. അവളെ കഥയിൽ എടുത്ത് പറയത്തക്ക ഒരു ഇതാണ് പാർവതി എന്നുള്ളൊരു കഥാപാത്രം. അതാണ് കഥയുടെ ഒരു പോയിന്റ്, ടേണിംഗ് പോയിന്റും അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്. പിന്നെ നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ നിന്ന് പടം മാറിപ്പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും തോന്നും. പക്ഷേ അതിനകത്തേക്കാണ് പടം വന്നെത്തുന്നത് നമുക്ക് അവസാനമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല.